അങ്ങനെ നമ്മളെ മീൻകറി ഇതാ ഇടാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല തകർത്ത് പെയ്യുന്ന മഴയാണ് കേട്ടാ. നമുക്കിന്ന് ഭയങ്കര തണുപ്പും. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ നത്തോലീനെ പോലത്തെ നമ്മ വേളൂരിന്നാ പറയല്. അപ്പോൾ ആ മീൻ കിട്ടിയിട്ടുണ്ട്. അത് നല്ല പുളിയും മുളകും ഇട്ടിട്ട് വറ്റിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ മീൻ വെച്ചത് നമ്മളെ വീട്ടിലെല്ലാം എപ്പോൾ ഉണ്ടാക്കുന്ന നല്ലൊരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല എരിവുള്ള മീൻകറി തിന്നേണ്ട സമയമാണ് ഇപ്പോൾ. അതെ, അപ്പോൾ നമുക്കതിന്ന് ഉണ്ടാക്കാം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതാണ് നമ്മളെ വേളൂരി. അതിൽ കുറച്ച് മുള്ളനെല്ലാം ഉണ്ട് കേട്ടാ. എന്തെല്ലോ ചെറിയ മീനുണ്ട്. അപ്പോൾ ഇതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിതാ ഇത്ര പോലെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടാ. ചെറിയ ഉള്ളിയാണ്. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളെ വാട്ട് വരങ്ങി അമ്മ പുതിയ മാക്സിൽ ഇട്ടിട്ട് അടിപൊളിയാണല്ലോ. പുതിയ മാക്സിന്നെ ആദ്യമായിട്ട് ഇടുന്നല്ലേ. അതെ. ഒരു തക്കാളി മുറിച്ചതാണേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ എരിവിന് ആവശ്യത്തിനായിട്ടാണ്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ മസാലേൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. കരയെല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മസാല ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അരക്കുമ്പോൾ. ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളംപുളീൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. നമ്മൾ ഇന്ന് വാളംപുളിയാണ് ഇട്ടിട്ടുള്ളത്. കുടംപുളി ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വാളംപുളിയാണ് ഭയങ്കര ഇഷ്ടം. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരവ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മളെ മീൻ ചേർത്ത് കൊടുക്കാം. അരവ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് വെന്തുടഞ്ഞു പോവല്ലോ മീമി. ഉണ്ടാ ഉപ്പ് കുറവാ? അങ്ങനെ നമ്മളെ മീൻകറി ഇതാ ഇടാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അധികം വേവൊന്നുമില്ല കേട്ടോ ഈ മീനിന്, പെട്ടെന്ന് വെന്ത് കിട്ടും. കാണുമ്പോ തന്നെ വായിൽ വെള്ളം കാണുമ്പോ എനിക്ക് വായിൽ വെള്ളം വരുന്നത്. ഞാൻ മീൻ വറ്റിച്ചതിന്റെ ഫാനാണ് കേട്ടോ. ആരെങ്കിലും മീൻ വറ്റിച്ച ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് മീൻ പറ്റിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. എനക്കും അച്ഛനും ഭയങ്കര ഫേവറേറ്റ് ആണ് മീൻ പറ്റിച്ചത്. ആ അപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ടേ. ലാസ്റ്റ് ഇതാ അമ്മേന്റെ വക ഒരു ഡെക്കറേഷൻ ഉണ്ട് കേട്ടാ. കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം. നമ്മളെ കരിയപ്പനല്ലേ. അപ്പോൾ നമ്മൾ ചോറയിക്കലായേ. അപ്പോൾ നമ്മളെ മീൻ വറ്റിച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂടെ കഴിക്കാനായിട്ട് പപ്പായ എന്നെല്ലാം പറയും, കർമൂസ് ഉപ്പേരി ഉണ്ട്. പിന്നെ രാവിലത്തെ പയറുകറിയും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും മീൻ കിട്ടിയാൽ ഉണ്ടാക്കി നോക്കണം. ഏത് മീനായാലും ഇതുപോലെ വറ്റിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേളൂരി ഐഡിയ. അപ്പോൾ വേളൂരി ഇതാ നല്ല അടിപൊളിയായിട്ട് വറ്റിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പ്രസവിച്ചും കൂടെ അങ്ങനത്തെ വേളൂരിയെല്ലാം അങ്ങനെ മുളകിട്ട് വെച്ച് കൊടുക്കലുണ്ട്. നല്ലൊരു മീനാണത്. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം. അപ്പൊ ഇതുപോലെ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാരും ഒന്ന് കമന്റ്സ് അറിയിക്കണേ. അപ്പൊ അമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.